ഹായ്. ഇപ്പോൾ നടന്നു വരുന്ന സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ട്രേഡിംഗ് സംബന്ധമായിട്ടുള്ള തട്ടിപ്പുകളാണ്. കുറേ ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം ഉണ്ടാകുകയും ഇപ്പോഴും പല കേസുകളും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിന്റെ കൂടെ കണ്ടുവരുന്ന ഒരു ക്രിപ്റ്റോ തട്ടിപ്പാണ് P2P USDTയുടെ തട്ടിപ്പെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം സ്കാമുകളാണ് പല ഗ്രൂപ്പുകളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുതിയതായിട്ട് ഈ ക്രിപ്റ്റോയിലോട്ട് വരുന്ന ആൾക്കാരും ഓൾറെഡി ഇതിനകത്ത് ഉള്ള ആൾക്കാർക്കും സാമ്പത്തികമായിട്ട് പല നഷ്ടങ്ങളും ബാങ്ക് ഫ്രീസ് ആകലും എല്ലാം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ക്രിപ്റ്റോയിൽ കോയിൻ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും USDT മസ്റ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരും അതുപോലെ ഓൾറെഡി ഉള്ള ആൾക്കാരും എല്ലാം അധികമായിട്ട് ഈ ഒരു സ്കാമിൽ പോയി പെടുന്നുണ്ട്. അപ്പോൾ ക്രിപ്റ്റോയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും ഓൾറെഡി ഉള്ള ആൾക്കാർക്കും ഈ സ്കാമിൽ പെടാതിരിക്കാൻ എടുക്കേണ്ട പ്രിക്കോഷൻസ് 2-3 പറഞ്ഞു തരാം. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ആദ്യം ചെയ്യുന്നത് എക്സ്ചേഞ്ച് വഴി P2P ചെയ്ത് USDT വാങ്ങിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡീല് നമ്മൾ ഏർപ്പെടുന്ന ടൈമിൽ അവർ നമ്മളെ കോൺടാക്റ്റ് വാങ്ങിച്ച് നമ്മളെ ഡയറക്റ്റ് വിളിച്ച് വേറൊരു അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അത് ഫണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മാക്സിമം USDT നമ്മുടെ എക്സ്ചേഞ്ച് വഴി സെല്ല് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് വരുന്നത് എങ്ങനത്തെ ഫണ്ടാണെന്ന് അറിയാൻ പറ്റൂല. നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് നമ്മൾ ഏതെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ പോയിട്ട് USDT വാങ്ങിക്കലാണ്. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചറിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഗ്രൂപ്പിൽ ആ പുള്ളിക്കാരൻ ജെന്യൂൻ ആയിട്ടുള്ള ഡീലുകൾ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടെ ചോദിച്ച് മനസ്സിലാക്കി ജെന്യൂൻ ആണെന്ന് മനസ്സിലായാൽ മാത്രം അവരെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. അവരെ ഫോൺ നമ്പർ നമ്മൾ ട്രൂ കോളറിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അവരെ പേര് തന്നെയാണെന്നുള്ളത് നോക്കുക. രണ്ടാമത്തത് അവരെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെ അയക്കണമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർ QR കോഡോ UPI തരികയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഹിന്ദിക്കാരന്മാരതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക. ഈ നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുടെ പേരിലുള്ള അക്കൗണ്ടിലോട്ട് മാത്രമേ നമ്മൾ ഫണ്ട് അയക്കാവൂ. അത് മലയാളിയാണോ എന്നുള്ളത് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ UPI ഐഡികൾ നമുക്ക് തരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക. പുറത്തുള്ള ആൾക്കാരെ UPI ID വല്ലതുമാണെന്നുണ്ടെങ്കിൽ സ്കാം ആവാനുള്ള ചാൻസ് ആണ് 100% ഉള്ളത്. പുള്ളി തരുന്ന നമ്പർ ഗൂഗിൾ പേയോ ഫോൺ പേ ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്ത് പുള്ളിയുടേതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഫണ്ട് അയക്കുക എന്നുള്ളതാണ്. വേറൊരാളെ അക്കൗണ്ട് തന്നിട്ട് ഫണ്ട് അയക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ അയക്കരുത്. ആ പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദിക്കാരുമായിട്ട് അധികം ഡീൽ ഉണ്ടാക്കരുത്. മലയാളികളായിരുന്നാലും QR കോഡ് UPI ID ഏതെങ്കിലും ഹിന്ദിക്കാരതാണ് തരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീല് ചെയ്യരുത്. ആ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോകുന്നുള്ളതല്ലാതെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ അവരതാണോ ഈ തരുന്ന അക്കൗണ്ട് അവരതാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡീല് നടത്താവൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് ഒരു ആധാർ കാർഡോ ഏതെങ്കിലും ഒരു ID കാർഡ് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്ത് അത് ആളാണെന്ന് വെരിഫൈ ചെയ്യാനും കൂടെ ശ്രമിക്കുക. പിന്നെ പൊതുവായിട്ട് ഏകദേശമുള്ള എല്ലാ ഗ്രൂപ്പുകളിലും ഈ USDT ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം ഈ ഒരു ഡീലിങ്സ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഡീൽ ചെയ്ത് ജെന്യൂൻ ആണെന്ന് മനസ്സിലായ ആൾക്കാരെ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരെ നിന്നോ മാത്രം പർച്ചേസ് ചെയ്യാൻ നോക്കുക. കേരളത്തിന് പുറത്തുള്ള ഹിന്ദിക്കാരന്മാരുമായിട്ട് ഡീൽ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിനേക്കാളും നിങ്ങൾ സെല് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രൈസ് തരാമെന്നും ബൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പ്രൈസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തരാമെന്നും പറഞ്ഞ ആൾക്കാരെ നിന്ന് മാക്സിമം ഒഴിവാക്കുക. അത് സ്കാം ഫണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രോഡോ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുപോലെ സെല്ല് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ എന്നിവ ഒഴിവാക്കി മാക്സിമം CDM തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷവും പൈസ നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ഉടൻ തന്നെയും ഓൾറെഡി ഡീൽ ചെയ്തിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു അന്വേഷണത്തിന് ശേഷവും എത്രയും പെട്ടെന്ന് കേരള പോലീസിന്റെ ഓൺലൈൻ ഫ്രോഡ് സാമ്പത്തിക തട്ടിപ്പിന്റെ നമ്പറായിട്ടുള്ള 1930 വിളിച്ച് നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.